ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാപ്പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മസാലപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ളതും, അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറോളം ഞാനിത് തേങ്ങാപ്പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂ 2 ഏലക്കായ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സവാള ഇനി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇതേ രീതിയിൽ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1 കപ്പ് ചെറിയ ഉള്ളിയും 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട, കറിയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അല്പം ഗ്രേവിയോട് കൂടിയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കാം. നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാലയിലേക്ക് കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചില്ലി ചിക്കനും ചിക്കൻ ചുക്കയും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കറി തയ്യാറാവുന്ന സമയത്ത് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ വെറൈറ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി. എന്തിൻ്റെ ഒപ്പം കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.